തുള്ളി വെള്ളമില്ലല്ലോ. വരുമ്പോഴേക്ക് വെള്ളം കുടിക്കാൻ പോയാൽ വെള്ളമില്ല. സാറേ എന്താ ചെയ്യാ? വെള്ളം ഇനി വെള്ളം ഇതുമാതിരി ആവർത്തിക്കണ്ട. ഈ കള്ളപ്പണി പറ്റില്ല. തിരുനെല്ലായി പാളയം ജംഗ്ഷൻ റോഡ് ഉപരോധിച്ചിരിക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ. കുടിവെള്ള പ്രശ്നമാണ്. 10 ദിവസത്തോളം അവർക്ക് കുടിവെള്ളം കിട്ടിയിട്ട് നമ്മുടെ വണ്ടി മാറ്റിയിട്ട് വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്ര പോരാ. 10,000 കട്ടിയിട്ടാണ് പൈപ്പ് എടുത്തിരിക്കുന്നത്. എന്താ വെള്ളം വരാത്തത്? 7,000 കൊടുത്ത് പൈപ്പ് ഇട്ടിട്ട് വാട്ടർ തൊട്ട് 200 കട്ടി ഒരു പൈസ സാറേ വെള്ളമില്ല. 6-ാമത്തെ ഗേറ്റിൽ 16 വേണ്ടി പോകണം സാറേ വെള്ളം എടുക്കാൻ. പൈസ വിടുന്നില്ല അവര്. അതെന്താ അത് അറിയണം നമുക്ക്. 10 ദിവസത്തിന് മേലെ ഇല്ലാന്ന്. വാട്ടർ അതോറിറ്റി അധികൃതമായി സംസാരിച്ചിരുന്നു. അവർ യാതൊരു കറക്റ്റായിട്ടുള്ള മറുപടി പോലും തരില്ല. ഒരു നടപടിയില്ല. അപ്പൊ അതാണ് ഈ ഒരു തെരുവ് യുദ്ധത്തിന് വരാൻ തയ്യാറായത്. ഈ നാട്ടിൽ വെള്ളമില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞത് നാളെ പെരുന്നാളാണ്. ഇവിടെ മാരിപൂജ ആഘോഷ സമിതി ഇതേ പ്രയാസം. മള്ളഞ്ചേരി മാത്രമല്ല പെരുന്നാള്. മള്ളഞ്ചേരി മാത്രമല്ല എല്ലാവർക്കും പെരുന്നാളുണ്ട്. അല്ലല്ല സാർ ആ വർത്തനം പറയണ്ട. പിന്നെ വൈകുന്നേരത്തുള്ള തീരുമാനം തരാം. പഴയപടിയാവാൻ ഒരു 2 ദിവസം സമയം തരാം. പഴയപടിയാവാൻ താൽക്കാലികമായിട്ട് വിജയിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്ന് വൈകുന്നേരം ഇപ്പോഴും കറണ്ട് പോയിരിക്കുകയാണ്. മലമ്പള്ളി വൈകുന്നേരം ശേഷം മാത്രമേ കറണ്ട് വരുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ വന്ന ഉടനെ ടാങ്കരയ്ക്ക് വെള്ളം ലോഡ് ചെയ്തിട്ട് വൈകുന്നേരത്തിലൂടെ വെള്ളം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എക്സൊക്കെ അവിടെ ഇന്ന് വൈകിട്ടോടുകൂടി ഇവിടെ വെള്ളം എത്തുന്നതാണ് പുനഃസ്ഥാപിക്കും. അതെ. പിന്നെ പഴയ പോലെ നന്നായി വെള്ളം കൊണ്ട് സുഭിക്ഷമായി വെള്ളം കുടിക്കുന്നു. അത് ഒരു ശൈലി വരെ ഒരു 2 ദിവസത്തെ സമയം കൂടി തരാൻ ഞാൻ കൗൺസിലർക്ക് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതേപോലെ എന്നോട് ഫോണിൽ ബന്ധപ്പെട്ട് പറഞ്ഞാൽ 2 ദിവസം എനിക്ക് സമയം വേണം. കഴിഞ്ഞ ദിവസം കൊണ്ട് വാട്ടർ അതോറിറ്റി ആളുകൾ ഇവിടെ തടഞ്ഞു വെച്ചപ്പോൾ അവന് മോചിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞ 2 ദിവസം എനിക്ക് സമയം വേണം. ആ 2 ദിവസം പോയി 2 ആഴ്ച കഴിഞ്ഞിട്ടും അതിനൊരു പരിഹാരം കാണാൻ പറ്റില്ല. ഇത് സൂചനയാണ്. ഇനിയുള്ള ദിവസങ്ങൾ ഇതേ ആവർത്തനമാണ്. ഇതേ പ്രഖ്യാപിത വാഗ്ദാനം മാത്രമായി പോകണമെങ്കിൽ ഇതിന് സമരം, അതായത് വാട്ടർ അതോറിറ്റി ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തുള്ള രീതിക്കുള്ള സമരം ഞങ്ങൾ കാണിക്കും.